ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും റമളാൻ മുബാറക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ വീഡിയോ ആണ്. നോമ്പ് കുറിക്കുന്നതിനും സ്നാക്സ് ഉണ്ടാക്കുന്നതൊക്കെ കാണാം. അപ്പം ഞാൻ പോക്കറ്റ് ഷവർമ പോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടേക്ക് ചിക്കന് ഞാൻ ചെറുതായി മുറിച്ചിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അത് പൊരിച്ചെടുത്ത പാത്രത്തിന് ചെറുതായി മുറിച്ചിട്ട് കേബേജ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പും പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. നമ്മൾ ചിക്കന് ഉപ്പ് കൂട്ടിയിട്ട് പൊരിച്ചതാണ്, പക്ഷേ പച്ചക്കറിക്ക് ഉപ്പ് ഇടണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മയോണൈസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയൊരു തീയിൽ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്. പച്ചന ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഉമ്മാക്കും മാമക്കളും എല്ലാം മിക്സ് ചെയ്തിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുബൂസിന് കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 4 ഭാഗമാക്കിയിട്ട് 4 ഉണ്ടയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നല്ലോണം തിന്നായിട്ട് പരത്തേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിക്ക് ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്യേണ്ട, ചെറുങ്ങനെ ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിക്ക് ഇങ്ങനെ നമുക്ക് മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിക്ക് ഒന്ന് റൗണ്ട് കിട്ടാൻ വേണ്ടിക്കാട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നടുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്നുകൂടി പരത്തിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ആ മൂടി വെച്ചിട്ട് പിന്നെ പ്രസ് ചെയ്താൽ നമുക്ക് നല്ലപോലെ റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചതുകൊണ്ട് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറുതാക്കിയിട്ട് വേറെ ഒന്നും കൂടി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര വലുത് വേണ്ടെന്ന് വെച്ച് ഞാൻ മൂടി മാറ്റി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് റൗണ്ടെല്ലാം ചെറിയൊരു അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് ഷവർമ എന്നും പറയാം, ബൻ ഷവർമ എന്നും പറയാം, എന്നെ നമുക്കിഷ്ടമുള്ള പേരിടാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു മൂടി വെച്ചിട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നുകൂടി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് അടയാളത്തിലും അത് മൂടി വെച്ചിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. കുബൂസ് അന്ന് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഉള്ളൊക്കെ വെന്ത് വരും. ഉള്ളു വേവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒരു നമുക്ക് ഈ കളറിൽ തന്നെ വൈറ്റ് കളറിൽ തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ചൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് ഒരു കുബൂസൊക്കെ ചുട്ടെടുക്കുന്നില്ല, അതുപോലത്തെ കളറാകുമ്പോൾ തന്നെ ഞാൻ എടുത്തിന്. അതുപോലെ ഞാൻ എല്ലാം കൂടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ പരത്തിയതിന് ശേഷം പൊരിച്ചെടുത്തിട്ട് ഒന്ന് നടുവിലോ ഒരു സൈഡിലോ മുറിച്ചെടുത്തിട്ട് പോക്കറ്റ് ഷവർമ പോലെ അതുപോലെയും ആക്കാം കേട്ടോ. ഇതുപോലെ ആക്കുന്നില്ലെങ്കിൽ ഇതുപോലെ പൊരിച്ചെടുത്തതിന് ശേഷം ആക്കാം. പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് പാനിപ്പൂരിയുടെ പൂരി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പൂരി മേടിക്കാൻ എല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ. നമ്മൾ മേടിച്ച ശേഷം ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. ഷവർമ പൂരിയാണ് കേട്ടോ. ഇതുപോലെ പൂരി ചുടേണ്ടത് കിട്ടും കേട്ടോ. നമുക്കത് മേടിച്ചിട്ട് ചുട്ടെടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിതുപോലെ മാവൊക്കെ കുഴച്ചിട്ട് ചെറുതായിട്ട് പൂരിയാക്കിയിട്ട് എടുക്കാം. അതിനേക്കാളും എളുപ്പം ഇതാണ്. എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് പൂരി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചെറുതായിട്ട് വരും. നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ ചോളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോളം കൂടി ഞാൻ അതിലെടുത്ത്, അതുപോലെ തന്നെ കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിച്ചപ്പും ചോളം കൂടിയാണ് കേട്ടോ ഞാൻ ഇതിലിടുന്നത്. പിന്നെ ചിക്കനും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് അതിനകത്തേക്ക് പൊരിച്ചെടുത്ത ചിക്കനും ചോളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാബേജ്, ക്യാരറ്റും ക്യാപ്സിക്കും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്ത് പിന്നെ ചോളും ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും. ചിക്കന് ഞാൻ ചോളം വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ പച്ചക്കറിക്ക് ഉപ്പിട്ടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മയോണൈസും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പൂരി എടുക്കുക. എന്നിട്ട് നടുക്കുന്നത് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുതായി ഓൾസായിട്ട് വരും. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ആ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സോസും മയോണൈസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ആക്കുന്നില്ല എന്ന് വെച്ചാൽ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളൂ. നോമ്പൊരിക്കാനാകുമ്പോഴത്തേക്ക് അത് പശർന്ന് പോകും കേട്ടോ. അപ്പോൾ നോമ്പൊരിക്കുന്ന സമയത്ത് നമുക്ക് അന്നേരം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. മുന്നേ ആക്കി വെക്കുമ്പോൾ അത് പൂരി പശർന്ന് പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ആ ചോളം പുഴുങ്ങിയതും
പിന്നെ അതുപോലെ തന്നെ ഷവർമ്മ പൂരിയും, പിന്നെ അതുപോലെ തന്നെ പോക്കറ്റ് ഷവർമ്മ പോലെ അതും ബെൻ ഷവർമ്മ പോക്കറ്റ് ഷവർമ്മ എന്ത് പറയാം കേട്ടോ, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ, ഈത്തപ്പഴം ഉണ്ട്. പിന്നെ ജ്യൂസ് ഞങ്ങൾ അധികം ബത്തക്ക ജ്യൂസാണ് കേട്ടോ, ഇവിടെ എല്ലാവർക്കും ബത്തക്ക ജ്യൂസാണ് ഇഷ്ടം. ബത്തക്ക ജ്യൂസും ബത്തക്ക മുറിച്ചിടാണ്ട് നോമ്പ് മുറിക്കാം, എൻ്റെ ചിത്രം വരെ അങ്ങനെയാണ് കേട്ടോ, മാഷാ അല്ലാ. പിന്നെ ചായയും വേണം കേട്ടോ. മറ്റുള്ളൊക്കെ ഒരുപാട് മറ്റുള്ള ജ്യൂസുകളൊന്നും അങ്ങനെ ഉണ്ടാക്കിന് നോമ്പുറിയ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കിന്. പക്ഷെ നമ്മൾ മാത്രമാകുമ്പോൾ നമ്മൾ 4 ആൾ 5 ആളല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാവർക്കും ബത്തക്ക ജ്യൂസാണ് കേട്ടോ ഇഷ്ടം. പിന്നെ അതേ ഉണ്ടാക്കാറില്ല. പൂരിയും മസാലയൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കുക, എന്നിട്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇതുപോലെ നോമ്പ് മുറിച്ച ശേഷം ഇതുപോലെ ആക്കി കഴിക്കട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം ഉമ്മ നിസ്കരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പൂച്ച വന്നിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും റൂമിലേക്ക് വന്നപ്പോൾ അത് ഒറ്റയ്ക്ക് അടുക്കളയിലായല്ലോ, അപ്പോൾ അത് നമ്മൾ റൂമിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ കൂടെ തന്നെ അത് പുറത്തേക്ക് വരും കേട്ടോ. കിച്ചണിലേക്ക് വരും, മറ്റുള്ള റൂമിലേക്കാണെങ്കിൽ മറ്റുള്ള റൂമിലേക്ക് നമ്മൾ വേഗത്തിൽ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.